ആ ജോർജ് സാറേ ഇറങ്ങുവാണോ? ഞാൻ ഇറങ്ങാം. SHOട് പറഞ്ഞിട്ടുണ്ട്. ആ ഹാ ഹാ ഹാ. നമ്മൾ ഇന്നും സഞ്ചരിക്കുന്ന വഴികളിലെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ മിക്കതും ആ നാട്ടിൽ നിന്നും കാണാതായ മനുഷ്യരുടേതായിരിക്കും. ആ കാലയളവിനുള്ളിൽ അവർ എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. പാപ്പിച്ചായോ, ഇത് എന്നതാ ഇത് ഉണക്ക് പോരല്ലോ. പാപ്പിച്ചായോ, നമ്മുടെ ജബ്രിയുടെ കടയിൽ ആരാ പാപ്പിച്ച? കണ്ടിട്ട് ഒരു പോലീസുകാരനാണെന്ന് തോന്നുന്നല്ലോ. പാപ്പിച്ചായ, ഞാനൊന്ന് പോയി അങ്ങോട്ട് നോക്കിയിട്ട് വരാം. എന്താ സാറേ? എല്ലാ കഥകൾക്കും ഒരു തുടക്കമുണ്ടാവും, അതുപോലെ തന്നെ ഒരു അവസാനവും. അതിനിടയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളാണ് ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ യാത്രയും അങ്ങനെയുള്ള ഒന്നിലേക്കാണ്. ആരാ? എന്തായിരുന്നു? നിങ്ങളാണോ ഈ ജെഫ്രി? അതെ. ഉലഹന്നാൻ നിങ്ങളുടെ ബന്ധുവാണല്ലേ? അപ്പൻ്റെ അനിയനാണ്. എന്തായിരുന്നു കാര്യം? ജോസിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉലഹന്നാൻ ഒരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ജോസ് നിങ്ങളുടെ അപ്പനാണല്ലേ? അതെ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. നിങ്ങളിവിടെ തനിച്ചാണല്ലോ താമസം? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ ഈ പ്ലംബിങ്ങിൻ്റെയും വെൽഡിങ്ങിൻ്റെയും ഒക്കെ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. കവലയിൽ എനിക്കൊരു ഷോപ്പുണ്ട്. എന്നായിരുന്നു അപ്പനോടുന്ന് പോയത്? സാർ അതിപ്പോൾ ഏകദേശം ഒരു 3-4 മാസത്തിന് മേലെ. അപ്പനെ കാണാതായി ഇത്രയും നാളായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചിരുന്നു സാർ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. ബന്ധുവീട്ടിലൊക്കെ അന്വേഷിച്ചായിരുന്നു. ഇതിനു മുന്നേ അപ്പനെ എപ്പോഴെങ്കിലും കാണാതായിട്ടുണ്ടോ? 1-2 തവണ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് സാറേ. ഓ, അന്നെങ്ങോട്ടായിരുന്നു അപ്പം പോയത്?
ഞാൻ അങ്ങേര് ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അങ്ങേര് തോന്നുമ്പോൾ വരും പോവും. ഇതായിരുന്നു പരിപാടി. അപ്പനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ട് ജെഫ്രിക്ക് അറിയായിരുന്നു? ഏയ്, അപ്പനോട് അങ്ങനെ ആർക്കും ശത്രുതയുള്ളതായിട്ട് എനിക്കറിയില്ല സാറേ. പിന്നെ പലപ്പോഴും കള്ള് ഷാപ്പിൽ കള്ള് കുടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിനക്ക് അപ്പനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? എനിക്കപ്പനോട് എന്താ ശത്രുത സാറേ? അല്ല, എല്ലാ കുടുംബത്തിലും പുറത്ത് പറയാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അതെൻ്റെ സ്വകാര്യതയല്ലേ സാറേ, സാർ അറിയേണ്ട കാര്യമില്ലല്ലോ. 6-7 മാസമായിട്ട് ആ കട അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു സാർ. അവനൊരു ദിവസം വന്നിരുന്നു, കടയൊഴിയുകയാണ്, വർക്ക് കുറവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവനെ ഇവിടെ അധികം കണ്ടിട്ടില്ല സാർ. അങ്ങനെ നോക്കിയാൽ ഈ പറഞ്ഞ ജോസിന് ഇവിടുത്തെ പല സ്ത്രീകളുമായി ഒരു വഴിവട്ട ബന്ധമുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ള പലർക്കും ഇതറിയാവുന്നതാ. മകൻ്റെ ഭാര്യ ആൻസിയെ വരെ മറ്റൊരു കണ്ണിലൂടെയാണ് ജോസ് കണ്ടിരുന്നത്. ഇതിനൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് ജോസിന് മാത്രമേ അറിയത്തുള്ളൂ സാറേ. പിന്നെ ആൻസിയോട് ചോദിക്കാന്ന് വെച്ചാൽ ആ കൊച്ച് ആത്മഹത്യ ചെയ്തില്ലേ സാറേ? അങ്ങനെ നോക്കിയാൽ ശത്രുത ഉണ്ടാവേണ്ടത് മകനായ ജെഫ്രിക്കല്ലേ സാറേ? ജെഫ്രി, നിങ്ങളുടെ ഭാര്യയുടെ മരണം ഒരു ആത്മഹത്യയായിരുന്നു അല്ലേ? നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്താണ് അതിൻ്റെ കാരണമെന്നൊന്നും നിങ്ങൾ തിരക്കില്ലേ? തിരക്കിയിട്ട് തന്നെ സാറേ, പോയതെനിക്കല്ലേ. നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എനിക്കൊന്നും മറച്ചു വയ്ക്കാനല്ല സാറേ. ഓ, ഈ അപ്പൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറുന്നത് അവൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതും അപ്പനെ കാണാതായും തമ്മിൽ എന്താണ് സാറേ ബന്ധമുള്ളത്? ദൈവം ഇതൊരു മകനായ എന്നോട് ഈ വക ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഒരു കാരണമില്ലാതെ ഞാനത് നിന്നോട് ചോദിക്കുന്നേ കരുതുന്നുണ്ടോ? എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നീ എന്താ ഇപ്പം കട തുറക്കാത്തത്? 3 മാസമായിട്ട് നീ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറയുന്നു. അതെന്താ? എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ കുറച്ചാൾ മാറി നിന്നായിരുന്നു. അങ്ങനെയാണ് കടയിലേക്ക് പോകാതായത്. അന്ന് നീ എങ്ങോട്ടാ പോയത്? അത് ഞങ്ങളുടെ പള്ളിയിൽ മുമ്പുണ്ടായിരുന്ന ജോസഫ് അച്ഛൻ്റെ അടുത്തേക്ക്. അതെന്തിനാ? കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് തോന്നി. അങ്ങനെ തോന്നാനുള്ള കാരണം? അവന് തോന്നുമ്പോഴെല്ലാം എന്നെ കാണാൻ അവനിവിടെ വരാം. ചെറുപ്പം തൊട്ടേ എനിക്ക് അവനെ നന്നായി അറിയാം. മനസ്സ് നിറവിച്ച ഒരു പാവം പയ്യൻ. ആ കാലങ്ങളിലെ പല രാത്രികളിലും അവൻ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ കൂടെ പള്ളിമേടയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവൻ്റെ അപ്പനെ പേടിച്ച്. അയാളൊരു കൊള്ളരുതാത്തവനായിരുന്നു. പലപ്പോഴും അവൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയാണ് അവൻ്റെ അമ്മ മരിച്ചത്. നാടിനും വീടിനും ഗുണമില്ലാത്തൊരു സാത്താൻ്റെ ജന്മം. നിങ്ങൾ ചോദിച്ച ആ ദിവസങ്ങളിലൊന്നും അവൻ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ കാണാൻ നീ അവിടെ പോയിട്ടില്ല? ഞാൻ എന്തിനാ സാറേ കള്ളം പറയണേ? അപ്പനെ കണ്ടുപിടിക്കാന്നുള്ള എൻ്റെ കൂടി ആവശ്യമല്ലേ. വിരോധത്തിലേക്ക് കുറച്ച് വെള്ളം തരാമോ? ഇപ്പം കൊണ്ടുവരാം. ഫാദർ പറഞ്ഞതിൽ നിന്നും അന്നേ ദിവസം അവൻ പള്ളിയിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കടക്കാരൻ പറഞ്ഞതിൽ നിന്നും അത് വ്യക്തമാണ്. ആ കാലയളവിൽ വീട്ടിലുണ്ടായിരുന്ന ജെഫ്രിയും അപ്പനും തമ്മിൽ അരുതാത്തത് എന്തോ നടന്നിരിക്കാം. അതിനുശേഷം ഈ നാട്ടിലുള്ളവരാരും ജോസിനെ കണ്ടിട്ടില്ല. അവൻ പറയുന്നതൊക്കെ കള്ളമാണെന്ന് സ്ഥിരീകരിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അവിടെയൊക്കെ മൊത്തം കാട് പിടിച്ചെടുക്കാം സാറേ. തേളും പാമ്പൊക്കെ ഉണ്ടാവും. അങ്ങോട്ടേക്ക് ആരും പോകാറില്ല. ഞാനും പോകാറില്ല. ഇതെല്ലാം നിങ്ങൾ തന്നെ സ്ഥലമാണല്ലേ? അടുത്തെങ്ങൊരു വീട് പോലും കാണാനില്ലല്ലോ. എന്തായാലും ഒരാളെ തല്ലിക്കൊന്ന് ഇവിടെ ഇട്ടാൽ പോലും ആരും അറിയാനും പോകുന്നില്ല. അങ്ങനെ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല.
ഈ സ്ഥലം കണ്ട ആർക്കും അങ്ങനെയല്ലേ തോന്നും. 3-4 മാസമായിട്ട് ഈ നാട്ടിലുള്ള ആരും ജോസിനെയും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ സംശയിച്ചതിൽ തെറ്റുണ്ടോ? തെറ്റില്ല, പക്ഷെ സംശയങ്ങളെല്ലാം സത്യമാണെന്നല്ലോ സാറേ. നിങ്ങളുടെ ഭാര്യയുടെ മരണവും ഇപ്പോൾ ഉണ്ടായ ഈ അപ്പൻ്റെ തിരോധാനവും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ എനിക്കൊരു തോന്നൽ. ഇതാണ് നിങ്ങൾ പോലീസുകാരുടെ കുഴപ്പം സാറേ. ഒന്നാലോചിച്ചാൽ ഭാര്യയെ നിരന്തരം വേട്ടയാടിയിരുന്ന ഒരു മൃഗത്തിനെ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ലായിരുന്നോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കരയാൻ പറ്റണമെങ്കിൽ എങ്ങനെയാണപ്പാ? അവൾ ഈ നിലയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ? മോനെ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അപ്പനെ സംശയിക്കാണോ നീ? നീ ഇപ്പം എന്നോട് ചെയ്തത് ഇതൊന്നും ദൈവം പോലും പൊറുക്കില്ല. ഏത് ദൈവം? ആ പാവ ആ വീട്ടിൽ നരകിച്ച് നിങ്ങളെ പേടിച്ച് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവളോട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലോ അപ്പ? ഞാൻ നിങ്ങളുടെ മോനല്ലേ? എന്നെ നിങ്ങൾ ഓർത്തായിരുന്നോ? നിങ്ങളാ എൻ്റെ കുടുംബം നശിപ്പിച്ചത്. നീ കേട്ടതും അവള് പറഞ്ഞു തന്നതും എല്ലാം സത്യ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയ ശാവാമേ? സാറേ നമ്മുടെ മുമ്പിൽ നിന്നൊരു പട്ടി നിന്നങ്ങ് കുരയ്ക്കുകയാണ്. അതിൻ്റെ അരിശം തീരുന്നവരെ അത് നിന്നങ്ങ് കുരയ്ക്കും. അതിൻ്റെ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എത്രമാത്രം ദേഷ്യം വരുന്നുണ്ടെന്ന് കുരയ്ക്കുന്ന ആ പട്ടിക്കറിയില്ലല്ലോ. ഒരു ദിവസം കൈപ്പാങ്ങിന് കിട്ടുമ്പോൾ ഒറ്റ വെട്ട്, എന്നിട്ട് അതിനെ കുഴിച്ചിടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് സാറേ. അതനുഭവിച്ചറിയണം. ആ പട്ടിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്ത അത് തെറ്റാണ്. ഒരിക്കലെങ്കിലും ആ അവസ്ഥയിലൂടെ സാർ കടന്നു പോകണം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഇല്ലേ? ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ മറ്റൊരു മനുഷ്യന് അധികാരമില്ല. സാറേ, എനിക്കാരോടും ശത്രുതയില്ല. ഞാൻ ഒന്നിനും നോവിച്ചിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ പലതും വേണ്ട, ഞാൻ പറയുന്നില്ല. എന്നിലൂടെ തന്നെ ആ സത്യം ഇല്ലാതാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിൽ കാണാം. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാണാതായ എല്ലാ മനുഷ്യരും തിരിച്ചു വരുമെന്നും എനിക്ക് വിശ്വാസമില്ല. അവൻ പറയുന്നതെല്ലാം ചിലപ്പോൾ സത്യമായിരിക്കാം. മറിച്ച് കള്ളമാണെങ്കിൽ ജോസ് എവിടെ? ആ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയല്ലേ? ഈ ലോകത്ത് നിന്ന് ഇവരെ പോലുള്ളവർ എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നതെന്ന് എത്ര കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അത് നമുക്ക് സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇതാണ് കഥയുടെ അവസാനമെന്നവൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തോടവൻ മറച്ചു വച്ചിരിക്കുന്ന നിഗൂഢമായൊരു സത്യം അതിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടാകും. ആർക്കും ചെന്നെത്താൻ പറ്റാത്ത മറ്റൊരു കഥയിലേക്ക്. അതായിരിക്കും ചിലപ്പോൾ സത്യം.